ഹായ് ഫ്രണ്ട്സ്, ആരെയും 100% പുണ്യാളന്മാരാക്കാൻ പറ്റുന്ന വിഷയങ്ങളൊന്നുമല്ല ഇന്ന് മലയാള സിനിമയിൽ നിന്ന് കേൾക്കുന്നത്. ഇപ്പോൾ ജയസൂര്യ ഒരുപാട് പേരിലായിരിക്കുകയാണ്. ജയസൂര്യയെ കുറിച്ച് പറയുന്നത് ബാത്റൂമിൽ നിന്ന് വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ കയറി പിടിക്കുന്നു, അതുകൊണ്ട് തന്നെ ബാത്റൂം ജയസൂര്യ എന്നുള്ള പേരുകളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാർവതിക്കുമുണ്ട് ബാത്റൂം പാർവതി എന്ന പേര്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആരോപണങ്ങളായിട്ട് പല നടിമാരും വന്നു. നമ്മളെല്ലാവരും വാർത്തകൾ കണ്ടതാണ്, അവരുടെയൊക്കെ ആരോപണങ്ങൾ നമ്മൾ കേട്ടതുമാണ്. ഇന്നലെ സോണിയ മൽഹാർ പറയാതെ, ജയസൂര്യ എന്നുള്ള പേര് അവർ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയാതെ അവർ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. ലൊക്കേഷനിൽ വെച്ച് രാത്രി ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവരെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മയിക്കാൻ ശ്രമിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം, അതിന് പ്രൊപ്പോസൽ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞവരെല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്കും എല്ലാവർക്കും മനസ്സിലായി അത് ജയസൂര്യ തന്നെയാണെന്ന്. അതിനുശേഷം ഇന്ന് മിനു മുനീർ ഈ ഒരു പ്രസ്താവനയുമായി വന്നു. അവർക്കും ഇതേ ഒരു അനുഭവത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ സൈറ്റിൽ വെച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കയറി പിടിച്ചു, പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ജയസൂര്യ ആയിരുന്നു. തിരിഞ്ഞപ്പോൾ തന്നെ ജയസൂര്യ ചുംബിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അവർ ജയസൂര്യയുടെ പേര് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിഷയങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മളും ഈ മലയാള സിനിമയെ അടക്കി വാഴുന്ന താരരാജാക്കന്മാരായ മമ്മൂക്കയും ലാലേട്ടനും എന്തുകൊണ്ടൊന്നും പറയുന്നില്ല? നമ്മൾ അവരിൽ നിന്നൊരു മറുപടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഫാൻസും സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് പേരുകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പോൾ മമ്മൂക്ക ഫാൻസ് പറയും, എന്തൊക്കെ തന്നെ പേരുകൾ, എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഒരിക്കലും നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് ആരും ഒന്നും പറയില്ല. ശരി, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ ലൈംഗിക ചൂഷണം മാത്രമല്ല ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ടിലുള്ളത്. സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യത്തിനുള്ള ടോയ്ലറ്റുകളില്ല, അവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള നല്ല റൂമുകളില്ല, പല പല ആവശ്യങ്ങൾ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാൻ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറായ മമ്മൂക്കയ്ക്ക് പറ്റുമോ? അത് അദ്ദേഹത്തിനും കൂടി അതിനൊരു ഉത്തരവാദിത്വമില്ലേ? കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഒരു സെറ്റിൽ വരുമ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡ്യൂസർമാരാണ് ചെയ്യാതിരിക്കുന്നത്? അത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അവിടെ സ്വാർത്ഥനാണ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി ലാലേട്ടന്റെ വിഷയം. ലാലേട്ടൻ അമ്മയുടെ പ്രസിഡന്റാണ്, അദ്ദേഹം ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും പറഞ്ഞിട്ടൊന്നും അവർക്കൊന്നും കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. കാരണം പ്രതികരിക്കാൻ പേടിയായിരിക്കും. പിന്നെ ഇന്ന് മീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞു അമ്മയുടെ, പക്ഷേ ലാലേട്ടൻ അസൗകര്യമുള്ളത് കൊണ്ട് ആ മീറ്റിംഗ് മാറ്റിവെച്ചു. അതുപോലെ സിദ്ദിഖ് നമ്മൾ കണ്ടാണ് സിദ്ദിഖിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ. രേവതി സമ്പത്ത് എന്ന് പറഞ്ഞു, സിദ്ദിഖ് രാജിവെച്ചു. അതുപോലെ തന്നെ മലയാളി നടിയല്ലാതെ ബംഗാളിൽ നിന്ന് വരെയും കംപ്ലൈന്റ്, ബംഗാളി നടി രഞ്ജിത്തിന് എന്ന സംവിധാനത്തിനെതിരെ കംപ്ലൈന്റ് ചെയ്തു, അദ്ദേഹവും രാജിവെച്ചു. ഇങ്ങനെ പല പല രാജികളും കാര്യങ്ങളും എല്ലാം കേട്ടു. അപ്പൊ എന്തുകൊണ്ടാണ് മിനു മുനീർ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു ആരോപണം നടത്തി എന്നുള്ള ചോദ്യത്തിന് അവർ തന്നെ മറുപടി പറയുന്നുണ്ട്. കാരണം മുകേഷ്, ഓരോരോ നടന്മാർക്കെതിരെയും പരാതികൾ വരുന്നുണ്ട്. അപ്പൊ മുകേഷിനെതിരെ വന്ന പരാതി അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ്, പൊളിറ്റീഷ്യൻസ് ഉണ്ടാക്കിയ കെട്ടുകഥകളാണ്, കള്ളക്കഥകളാണ് ഇതെന്ന് അദ്ദേഹം ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് തോന്നി എന്തായാലും ഇത് റിവീൽ ചെയ്യണം. അതുകൊണ്ടാണ് അവരിന്ന് ഒരു പോസ്റ്റ് ഇട്ടത്. അവർക്ക് നേരെ ആരൊക്കെയാണ് മോശമായി പെരുമാറിയതെന്ന് അവർ പറഞ്ഞ പേരിൽ ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, മുകേഷ്, അങ്ങനെ ഒരു ലിസ്റ്റാണ് അവർ തന്നത്. അതുപോലെ തന്നെ ആദ്യം ജുബിത എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് സംസാരിച്ചതാണ് ഈ ഇടവേള ബാബുവിനെ കുറിച്ച്. അദ്ദേഹം സിനിമയിൽ അംഗത്വം കൊടുക്കണമെങ്കിൽ പൈസ ഒന്നും വേണ്ട, അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ സിനിമയിൽ അംഗത്വം തരാം എന്ന് പറഞ്ഞു. അത് നിഷേധിച്ച ആ കുട്ടിക്ക് അവസരം കിട്ടിയില്ല. അപ്പൊ ആ ഒരു കംപ്ലൈന്റ് ഒന്നും ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. മുകേഷിനെ കുറിച്ച് മോശമായി പറയുന്നുണ്ട്, അതൊരു സംവിധായകൻ തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല, 10 വർഷത്തിന് മുമ്പ് നടന്ന കാര്യം ഞാൻ എങ്ങനെ ഓർക്കാനാണെന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഓർമ്മയുണ്ട്, പക്ഷെ ഈ കാര്യങ്ങൾക്ക് ഓർമ്മയില്ല. അതെന്തോ ആവട്ടെ. ഞാൻ ഇന്ന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പൃഥ്വിരാജ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി എന്നുള്ളതാണ്. കാരണം ദിലീപിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അന്ന് നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ സിനിമാ നടന്മാരെല്ലാവരും ആരുടെ കൂടെയാണ് നിന്നതെന്ന്. ഇരയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് വേട്ടക്കാരന്റെ കൂടെ നിന്നത് പോലെയാണ് എനിക്കൊന്ന് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോഴും അവർ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇരക്കൊപ്പം നിൽക്കുമായിരുന്നു. ആദ്യം ഇതറിഞ്ഞ ദിവസം പറഞ്ഞതാണ് സിദ്ദിഖ്, ബാബുരാജ്, ഇവരെല്ലാവരും പറഞ്ഞതാണ്, ഞാൻ കേട്ടതാണ്. അപ്പോൾ ആ പറഞ്ഞത് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ സിദ്ദിഖിനെതിരെ ആരോപണങ്ങൾ വന്നു. സിദ്ദിഖ് ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് സ്വയംഭോഗം ചെയ്ത് എന്തൊക്കെ മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു പെൺകുട്ടി അത്രയും ഇതായിട്ടൊന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ സ്വന്തമായി രാജിവെച്ചു.
അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണം. പഴുതടച്ചത് ഇന്ന് പൃഥ്വിരാജ് വാർത്തയിൽ പറഞ്ഞതുപോലെ പഴുതടച്ചുള്ള അന്വേഷണം വേണം. കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതൃകാപരമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. ഇനി അവർ കുറ്റക്കാരല്ലെങ്കിലോ, ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കണം. അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? പിന്നെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഈ പാർവതി, സിനിമാ നടി പാർവതിക്ക് വിലക്ക് കിട്ടുന്നതിന് മുമ്പ് വിലക്ക് അനുഭവിച്ച ഒരാളാണ് ഈ പറയുന്ന പൃഥ്വിരാജ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. വിനയനെ വിലക്കിയതെല്ലാം അറിയാം. വിനയന്റെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, തിലകനുമായ ഇഷ്യൂ, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. തിലകനെ പോലുള്ളൊരു മഹാനടന് പോലും തൊഴിൽ മേഖലയിൽ നിന്ന് തൊഴിൽ നിരസിച്ചവരാണ് ഈ പറയുന്ന പവർ ടീമിലുള്ളവർ. അപ്പൊ ലൈംഗിക ചൂഷണം മാത്രമല്ല ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നതെന്നുള്ള കാര്യം നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആരും അത്ര പുണ്യാളന്മാരല്ല. അപ്പോൾ വിനയന്റെ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ വിലക്കിയത്. പവർ ടീമില്ലാണ്ടാണോ അങ്ങനെ വിലക്കുന്നത്? ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സിനിമയിൽ ഇല്ല എന്ന് പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തോട് അത് ചെയ്തു. അതുപോലെ അദ്ദേഹം പറയുന്നൊരു കാര്യം, അന്ന് ദിലീപിന്റെ വിഷയം നമുക്കറിയാം. ഇരയായ സിനിമാ നടി, അവർക്ക് ഇന്നും നീതി കിട്ടിയിട്ടില്ല. അവർ ഇന്നും നിയമ പോരാട്ടം നടത്തുന്നു. അന്ന് അവരുടെ കൂടെ എത്ര പേര് നിന്നു? അന്നും ഈ പറയുന്ന പൃഥ്വിരാജ് ഇരയോടൊപ്പം നിന്നതാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന പോലെ അമ്മ എന്നൊരു പേര്, നല്ലൊരു പേരൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു സംഘടനയിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകൾ വേണം നിൽക്കാൻ. അദ്ദേഹത്തിന്റെ നിലപാടുമായി എനിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരങ്ങളല്ല. അതുപോലെ തന്നെ ജഗദീഷ് പറഞ്ഞ കാര്യം എനിക്ക് എടുത്ത് പറയണം. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോഴല്ല പ്രതികരിക്കേണ്ടത്, പ്രതികരണം കുറച്ച് വൈകിപ്പോയി, ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹവും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ച ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. മുകേഷിനെ കുറിച്ച് സംവിധായകർ പറഞ്ഞു. അതുപോലെ ഈ പറയുന്ന മിനു മുനീർ പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് ചെയ്യണം. അതായത് ബെഡ് ഷെയർ ചെയ്യണം. ബെഡ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയിൽ അംഗത്വം കിട്ടും, വരുന്ന എല്ലാ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഫോഴ്സ്ഫുള്ളി ഇവർ പുറകെ നടക്കുകയാണ്. മുകേഷിന്റെ കാര്യമൊക്കെ കേട്ടപ്പോൾ വാതിലിൽ വന്ന് മുട്ടിയ കഥ വരെയും പറഞ്ഞു. അയാൾ വന്ന് വാതിലിൽ മുട്ടുന്നു. അതുപോലെ ഇവർക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു റൂം കിട്ടിയത്. അപ്പൊ ഈ മുകേഷിന് കിട്ടിയത് എറണാകുളത്തായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇവരുടെ മിനുമുന്നിന്റെ റൂം ഫോർട്ട് കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പോകുന്നു. ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി വാതിൽ തുറന്നിടണം, ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നു. ഒരു വാതിൽ തുറന്നില്ല. വാതിൽ ആരോ മുട്ടിയെന്ന് പറയുന്നു. ഇവർ തുറക്കാൻ പോയില്ല. അതിനുശേഷം ഫോൺ ബെല്ലടിച്ചു. ഫോൺ നോക്കിയില്ല. ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അവർ ലാൻഡ് ഫോണിന്റെ വയറ് ഊരിട്ടെന്ന് പറയുന്നു. പിറ്റേ ദിവസം ഷൂട്ടിംഗ് മുകേഷ് ആവശ്യമില്ലാതെ അനാവശ്യമായി അവരെ വഴക്ക് പറയുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. അതിനുശേഷം ഒരുപാട് ഈ തവണ അവരെ റൂമിൽ ചെന്നു, അവരെ ബലമായി കടന്നു പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് വന്നിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പലരും ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല? പക്ഷേ അവർ പറഞ്ഞിരുന്നു. അവര് വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. അവർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതുകൊണ്ട് സിനിമ നിഷേധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ മലയാളം സിനിമയിൽ നിന്ന് വിട പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് അതാരും അത്ര കാര്യമാക്കിയില്ല, ശ്രദ്ധിച്ചില്ല. എന്നിപ്പോൾ ആ പോസ്റ്ററെല്ലാം മുക്കി പിടിച്ച ആൾക്കാർ വരുന്നുണ്ട്, അവരും പറയുന്നുണ്ട്. അതിനുശേഷം അവർ തമിഴിലേക്ക് പോയി. അവർ പറയുന്നത് തമിഴിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ല, അവർ വിളിക്കുന്നത് തന്നെ അമ്മ എന്നാണ്. പക്ഷെ അവിടെയും ഉണ്ട്. അവർ ചോദിക്കുന്നത് കമ്മീഷനാണ്, കമ്മീഷൻ വേണം. അപ്പോൾ ഇവർ പറഞ്ഞു, കമ്മീഷൻ അല്ലേ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഇത്ര % കമ്മീഷൻ ഞങ്ങൾക്ക് വേണം, അങ്ങനെയാണെങ്കിൽ അവസരം കിട്ടാമെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അത് കൊടുക്കാൻ തരണം. പക്ഷേ ഈ ഫോഴ്സ്ഫുള്ളി ബെഡ് ഷെയർ ചെയ്യണം, ബെഡ് ഷെയർ ചെയ്താൽ അംഗത്വം കിട്ടുള്ളൂ. എന്നിട്ട് ഈ പറയുന്ന മിനു മുനീർ 6 സിനിമകളിൽ മലയാളം സിനിമകളിൽ അഭിനയിച്ച് അവർ അമ്മയിലെ ഒരു അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ട് ഇടവേള ബാബുവിനെ സമീപിക്കുന്നു. ഇടവേള ബാബു പറയുന്നു, കല്ലൂരിലുള്ള എൻ്റെ ഫ്ലാറ്റിലോട്ട് പോയി, ഇന്ന് തന്നെ ഞാൻ ഈ ഒരു ഇത് സബ്മിറ്റ് ചെയ്യാം, സൈൻ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നു. അവരവിടെ ചെല്ലുമ്പോൾ കുടിക്കാനൊക്കെ എന്തോ കൊടുത്തു എന്ന് പറയുന്നത്. കുടിച്ചതിന് ശേഷം ഇരിക്കുമ്പോൾ ഈ ലെറ്റർ ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇടവേള ബാബു ബാക്കിൽ നിന്ന് കയറി പിടിക്കുകയും അവരെ ഉമ്മയ്ക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് ആ ഫോമൊന്നും ഫില്ല് ചെയ്യാണ്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവർ ഇതെല്ലാം ഇന്നസെന്റിനെ വിളിച്ചറിയിച്ചു ഇങ്ങനെ കാര്യങ്ങൾ. ഇന്നസെന്റ് പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്ക് വരുന്ന ഫോൺ കോള്, നിങ്ങൾക്ക് അമ്മയിലുള്ള മെയിനുള്ള ആൾക്കാർക്കൊന്നും നിങ്ങൾ അറിയില്ല, അതുകൊണ്ട് തന്നെ അമ്മയിൽ അംഗത്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്ര കമ്മിറ്റി. അപ്പൊ ആരൊക്കെയാണ് ഇതിലുള്ളത്? ഈ കമ്മിറ്റിയിലുള്ളത് മുകേഷ് അവർ സമ്മതിക്കും. കാരണം മുകേഷ് നോക്കിയിട്ട് പറ്റാത്ത ഒരാളാണ്. പിന്നെ ജയസൂര്യൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. അതുപോലെ ഇടവേള ബാബു സമ്മതിക്കും. പിന്നെ മണിയമ്പിള്ള രാജു, അങ്ങനെയുള്ള ആൾ. മണിയമ്പിള്ള രാജു അവരോട് ചോദിച്ചത്ര നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലല്ലേ, പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോകണമെന്ന്. ഇവർക്ക് അതൊക്കെയാണ് വിഷമം. അപ്പൊ അവരതിന് തക്കതായ മറുപടി കൊടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ മണിയമ്പിള്ള രാജു ഇങ്ങനെയുള്ള കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് ഇവർ ഒഴിവാക്കിയത്. ഇവരത് എല്ലാവരുടെയും പേരുകൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാണ്.
അതുപോലെ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ബാബുരാജിന്റെ ഒക്കെ പ്രതികരണം, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിച്ചെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുമായിരുന്നു. സിദ്ദിഖും ബാബുരാജും പറഞ്ഞതാണ്. അപ്പൊ പ്രതികരിക്കാൻ തുടങ്ങി. രേവതി സമ്പത്തൊന്നും സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സിദ്ദിഖ് ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോൾ രാജിവെച്ചു പോയി. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ബാബുരാജിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. പല ആൾക്കാരും വന്ന് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. രഞ്ജിത്തിനെ കുറിച്ച് മലയാളികൾ പറഞ്ഞില്ലെങ്കിലും ബംഗാളി നാളെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അന്വേഷിക്കട്ടെ. പൃഥ്വിരാജ് പറഞ്ഞ പോലെ പഴുതടച്ചുള്ള അന്വേഷണം വേണം. പവർ ടീം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുമുണ്ട്. ഒരാളുടെ ഒരു ആർട്ടിസ്റ്റിനെ തൊഴിൽ പോലും നിഷേധിക്കുന്ന ഈ മേഖലയിൽ ജനങ്ങൾ സിനിമകൾ കണ്ടിട്ടല്ലേ ഇവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറും കാര്യങ്ങളുമായത്. പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിച്ചാൽ മാത്രം ഒരു ഫിലിം വിജയിക്കും. ഒരു സിനിമയുടെ വിജയത്തിന് പിന്നിലെ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ വലിയ വലിയ ആൾക്കാർ വരെയുണ്ട്. അപ്പൊ അതെല്ലാം അവർ മനസ്സിലാക്കണ്ടേ. പിന്നെ തുല്യവേതനം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഫൈറ്റ് സീനിൽ അഭിനയിക്കുന്നുണ്ട്. പലർക്കും പല പല റോളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുല്യവേതനം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷേ മനുഷ്യനാവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ അതെന്തുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാർ അവർക്ക് എല്ലാവർക്കും ഒരേ കാരവാനുണ്ട്. അതിൻ്റെ അകത്ത് കയറിയിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം സുഖമായി നടക്കും. വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം സുഖമാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള സ്ത്രീകളും അവർക്കും കാര്യങ്ങളില്ല, അതൊന്നും നടത്താൻ. അപ്പം ഇവർ പ്രൊഡ്യൂസറോട് പറയാണ്, നമ്മുടെ കൂടെ വരുന്ന ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവർക്കും വേണ്ട ഇതിലുള്ള പരിഗണന കൊടുക്കുമെന്നൊരു സൂപ്പർ സ്റ്റാർ പറഞ്ഞാൽ ഇത് ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്? പിന്നെ പറയുന്ന അമ്മ സംഘടനയിൽ പരാതികളൊന്നും കിട്ടില്ല എന്ന്. 2019 ഇവർക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. മെയിൽ അയച്ച അവർ വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു ആക്ഷൻ എടുത്തില്ല. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു ഒരു പരാതിയാണ് കിട്ടിയത്, അത് അത്ര മൈൻഡ് ചെയ്തില്ല എന്ന്. പിന്നെ ഇവർക്ക് എന്താ വേണ്ട? എത്ര പരാതികൾ കിട്ടിയാലാണ് ഇവർ മൈൻഡ് ചെയ്യുന്നത്? ഇപ്പൊ എത്ര ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എല്ലാത്തിനും ഒരു നടപടി ഉണ്ടാവട്ടെ. പിന്നെ പാർവതിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ബാത്റൂം പാർവതി എന്ന പേര് പറഞ്ഞത് അവരെ മോശമായി ഞാൻ പറഞ്ഞതല്ല. ഈ കാര്യം പറഞ്ഞതും പാർവതി തന്നെയാണ്. എന്നെ ബാത്റൂം പാർവതി എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? അമ്മയിൽ പല പ്രാവശ്യം ഈ ഒരു ബാത്റൂമിന്റെ വിഷയം അവരത് ഉന്നയിച്ചു. കാരണം സ്ത്രീകൾക്ക് നല്ലൊരു ബാത്റൂം ഇല്ല. കൊടുക്കുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ വളരെ വൃത്തിഹീനമാണ്, മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ടോയ്ലറ്റുകളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ബാത്റൂമിന്റെ ഒരു ആവശ്യം അവിടെ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പാർവതി. അതുകൊണ്ട് തന്നെ പാർവതിക്ക് ഒരു ഇരട്ടപ്പേരും വീണു, ബാത്റൂം പാർവതി എന്ന്. ഇത് പുറത്ത് പറഞ്ഞത് പാർവതിയാണ്. അപ്പൊ ജയസൂര്യയുടെ ഹോബി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ പുറകിൽ ചെന്ന് കയറി പിടിക്കുകയാണ്. അത് വേറൊരു ടൈപ്പ്. ഇവിടെ പാർവതി പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റ് ആണ്. അതുപോലും ഈ പറയുന്ന താരരാജാക്കന്മാർക്ക് അവർക്കൊക്കെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? നല്ലൊരു ടോയ്ലറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ലല്ലോ. അവർ വിചാരിച്ച നടക്കാത്ത കാര്യമാണോ? ഒന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അവരുടെ സ്വാർത്ഥ ഇതിലിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഇതിൽ താരരാജാക്കന്മാർ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ട് കണ്ണടക്കുന്നു? മമ്മൂക്കയും മോഹൻലാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാലും ഗവൺമെന്റ് നമ്മളുടെ മുമ്പിലേക്ക് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാവർക്കും സംസാരിക്കാൻ. മീഡിയാസ് ആണെങ്കിലും എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം നമ്മുടെ വിഷയങ്ങൾ ജനങ്ങളുടെ വിഷയങ്ങളായ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുല്ലപ്പെരിയാറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും സംസാരിക്കേണ്ട. എല്ലാവർക്കും ഇത് സംസാരിക്കാനല്ലേ ഗവൺമെന്റ് ഇട്ടാൻ നിൽക്കുന്നത്. അതും പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ പറയാതിരിക്കുക? ഞാൻ പറയും. ഞാൻ ഗവൺമെന്റിനോട് പറഞ്ഞ ഒരു അളിഞ്ഞ കേസ് കുറെ പേരുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞുതരാം പേരുകൾ വേണമെങ്കിൽ. മുകേഷ്, ഗണേഷ്, അതുപോലെ രഞ്ജിത്ത്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, സിദ്ദിഖ്, സംവിധായകൻ, വേറൊരു സംവിധായകൻ പേര് കിട്ടുന്നില്ല, പിന്നെ റിയാസ് ഖാൻ, അങ്ങനെ പല ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട്. ഈ പേരുകളൊക്കെ നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ കേസ് എടുക്കൂ. അണ്ട് ഈ അലിഞ്ഞ നാറിയ കഥ നിർത്താൻ നോക്കൂ മാധ്യമങ്ങൾ എല്ലാവരോടും. എന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അതുപോലെ പൃഥ്വിരാജും ജഗദീഷ് അങ്ങനെയുള്ള നല്ല നടന്മാരുടെ നിലപാടിനെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ളവർ മുൻപോട്ട് വരണം. കാരണം ഈ ഒരു ഇൻഡസ്ട്രി തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷെ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ആധുനിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ല. അപ്പോൾ അതിനുള്ള നടപടി എന്തെങ്കിലും ചെയ്യുക. ഇന്ന് അമ്മയുടെ മീറ്റിംഗ് കൂടാനിരുന്നാണ്. മോഹൻലാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം വന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഇനി അമ്മയുടെ പ്രസിഡന്റായി തുടരാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു നാറിയ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. കേരളത്തിന്റെ പ്രധാന പ്രശ്നം ഹേമ കമ്മിറ്റി അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവൻ പേടിച്ച് കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നിയമ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ.